മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫ്രാൻസിൽ നിന്ന് തിരിച്ചു പോയിട്ടോ. നമ്മൾ ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, നമ്മൾ സ്ലൊവേനിയയിൽ എത്തിയിട്ടോ. നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഫ്രാൻസ് ടു സ്ലൊവേനിയ നമുക്ക് 2 ദിവസം മതി. നമുക്ക് 1400 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ 2 ദിവസം കൊണ്ട് നമുക്ക് ഫ്രാൻസിൽ നിന്ന് സ്ലൊവേനിയ പിടിക്കാം. നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ ജർമ്മനി സ്റ്റേ ചെയ്തു. നമ്മൾ ഫ്രാൻസിൽ നിന്ന് എടുത്ത് ജർമ്മനി സ്റ്റേ ചെയ്തു. ദെൻ ഇന്ന് രാവിലെ, അതായത് ഇന്നലെയാണ് തിങ്കളാഴ്ച, ഇന്ന് ചൊവ്വാഴ്ച നമ്മൾ എന്ത് ചെയ്തു, രാവിലെ ജർമ്മനിയിൽ നിന്ന് എടുത്തു. ഞാൻ സ്ലൊവേനിയൻ്റെ ജസ്റ്റ് ഓസ്ട്രിയ കഴിഞ്ഞ് സ്ലൊവേനിയ കയറി നമ്മൾ 45 റെസ്റ്റ് ടേക്കാണ്. ഇനി നമുക്ക് നമ്മളെ ബേസിലേക്ക് ഏകദേശം 1 hour ജേണി ഉള്ളൂ കേട്ടോ. ഇതൊരു മോളിൻ്റെ പെട്രോൾ പമ്പാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് 45 ബ്രേക്ക് ഇട്ടു. ഞാൻ ഏകദേശം 4 മണിക്കൂർ ഓടിച്ചു രാവിലെ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്കത് ഇവിടെ ഒരു പോർഷെ കാർ, അത് ഇലക്ട്രിക് കാറാണ്. അത് ചാർജിങ്ങിന് ഇട്ടേക്കുന്നു. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ വാഷ്റൂം, അത്യാവശ്യം ചെറിയ സാധനങ്ങൾ മേടിക്കാനുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സ്ലൊവേനിയയിലെത്തി. അപ്പം ഇനി നമുക്ക് ഡെലിവറി തന്നേക്കുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പം മിക്കവാറും നാളെ നമുക്ക് റെസ്റ്റ് ആയിരിക്കും. അപ്പം ഇതാണൊരു സ്ലൊവേനിയ ഓസ്ട്രിയ ബോർഡർ സൈഡിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് തന്നെയാണ് റോഡ് കേട്ടോ. അവിടെ നിങ്ങളുണ്ടോ ഒരു ഐസ്, ഈ ഓസ്ട്രിയയിലൊക്കെ അത്യാവശ്യം ഐസായി തുടങ്ങിയിട്ടോ. നമുക്ക് ഐസും കാര്യങ്ങളൊക്കെ കാണാം. റോഡില്ലെങ്കിലും സൈഡിലൊക്കെ ഐസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് റവോസിലേക്കുള്ള റോഡ് കേട്ടോ. റെനോൾട്ടിൻ്റെ കമ്പനിയിലേക്കുള്ള ലോഡാണ് നമ്മുടേത്. യൂറോടെക്കിൻ്റെ ട്രക്കാണ് കേട്ടോ. അപ്പം ഇത് മോളിൻ്റെ പെട്രോൾ പമ്പാട്ടോ. മോൾ എല്ലാ പമ്പിലും നമുക്ക് പാർക്ക് ചെയ്യാം, നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം, നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ കാറുകാരും കാറൊക്കെ നമുക്കിവിടെ കണ്ടിന്യൂസ്ലി ചിലപ്പം 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഒക്കെ ഡ്രൈവേഴ്സ് മാറി ഓടും. അപ്പം അവരൊരു റെസ്റ്റ് ഏരിയ കൂടിയാണ്. അപ്പോൾ ഫാമിലി ആണെങ്കിൽ നമുക്കിവിടെ ഹസ്ബൻഡും വൈഫും വണ്ടി ഓടിക്കും. അപ്പോൾ അവർ മാറി 8 മണിക്കൂർ മാറി ഓടിക്കും. കാറിനൊന്നും നമുക്ക് ഡ്രൈവിംഗ് ലിമിറ്റ് ഇല്ല. പക്ഷേ നമ്മൾ ട്രക്കാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി 9 മണിക്കൂറേ മാക്സിമം ഓടിക്കാൻ പറ്റും. കണ്ടിന്യൂസ്ലി അല്ല, ഒരു ദിവസം മാക്സിമം 9 മണിക്കൂർ. കണ്ടിന്യൂസ്ലി നമുക്ക് 4.5 മണിക്കൂറേ ഒരു ട്രക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. നിർബന്ധമായും 4.5 മണിക്കൂർ കഴിഞ്ഞാൽ 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളം എന്നാണ് നിയമം, ഇവിടുത്തെ സ്ലൊവേനിയയിലെ നിയമം. പല രാജ്യങ്ങളിലും പല നിയമങ്ങളാണ്, പക്ഷേ കോമൺലി കുറേ നിയമങ്ങളുണ്ട്. അത് വേറെ വാഷ്റൂം കയറി നമുക്ക് പോകാം. നമ്മളെ ബ്രേക്ക് ഏകദേശം 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കഴിയും കേട്ടോ. ഇത് ഏകദേശം ഓസ്ട്രിയയിലെ മലകളാണ്. നമ്മൾ ഓസ്ട്രിയ സ്ലൊവേനിയ ബോർഡർ കയറിയതേ ഉള്ളൂ. സ്ലൊവേനിയ കയറിയപ്പം തന്നെ നമുക്ക് സ്ലൊവേനിയ കയറിയാൽ നമുക്ക് നെറ്റും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അല്ലാണ്ടാണെങ്കിൽ നമുക്ക് മന്ത്ലി 50 GB ഉള്ളൂ. അപ്പം നമുക്ക് എന്തില്ല, നമുക്ക് നെറ്റും കാര്യങ്ങളും കോൾ ചെയ്യാനൊന്നും തികയില്ല. അപ്പം നമ്മൾ സ്ലൊവേനിയ കയറി നമ്മളെല്ലാവരെയും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് നമുക്ക് ബേസിൽ പോയി നമുക്ക് 2 മണിയാകുമ്പോൾ നമ്മൾ വർക്കിംഗ് ടൈം കഴിയും. ഇപ്പം സമയം 12 മണി കേട്ടോ. അപ്പം വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് പ്ലാൻ.